ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ചധികം ദിവസമായിട്ടുണ്ട് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് വർക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോം ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നോവെൽത്ത് എന്നാണ് ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് വരുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 4000 രൂപ അടുത്ത് നമുക്ക് ഫ്രീ ആയി തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടാമെന്നും എങ്ങനെയാണ് ഇതിൻ്റെ റിസ്ക് കാര്യങ്ങളൊക്കെ വരുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് പറയുന്നുണ്ട്. റിസ്ക് വൈസ് നോക്കുവാണെങ്കിൽ ലോ റിസ്ക് ആണ്, അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാൻ നേരം ഇതുപോലെ ഒരു പേജിലോട്ട് വരുന്നതായിരിക്കും. സോ നമുക്കിവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് മുകളിലായിട്ട് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെയിൽ ID അതുപോലെ തന്നെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇൻവിറ്റേഷൻ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കി തെറ്റാതെ തന്നെ ഇൻവിറ്റേഷൻ കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ക്യാപ്ച വെരിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സും നമ്പേഴ്സും ഇവിടെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്തിട്ട് ചെറിയൊരു ബോക്സ് കാണാൻ പറ്റുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. കൺഫേം രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ ആ ഒരു ബോണസ് ട്രയൽ ബോണസ് ആയിട്ട് $50 കിട്ടുന്നില്ല. അതെങ്ങനെയാണ് ക്ലെയിം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. സോ ഇവിടെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ഒരു ഗേളിൻ്റെ ഒരു ഐക്കണാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടെലിഗ്രാമിലോട്ട് വരുന്നതായിരിക്കും. അതായത് ടെലിഗ്രാമിൻ്റെ ഒരു ഐക്കൺ കൊടുത്തിട്ടുണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരുടെ കസ്റ്റമർ കെയർ കോൺടാക്റ്റിലോട്ട് നമുക്ക് വരുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾ ആഡ് ബോണസ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർ പറയും ഒന്നില്ലെങ്കിൽ ഇമെയിൽ ID സെൻഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. അന്നേരം തന്നെ നമുക്ക് ആ ഒരു ബോണസ് നമ്മളെ വാലറ്റിലോട്ട് ആഡ് ആക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. സോ ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ടാണ്. ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. എൻ്റെ എക്സ്പെക്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $27 ആണ്. ഇന്ത്യൻ റുപ്പീസ് നോക്കുവാണെങ്കിൽ ഏകദേശം 2267 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതൽ ഏൺ ചെയ്തിട്ടുള്ളത് റെഫർ ചെയ്തുകൊണ്ടാണ്. ഒരാളെ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ 40% കമ്മീഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ റെഫർ ചെയ്ത ഒരാൾ ഇതിൻ്റെ അകത്ത് എത്ര എമൗണ്ട് ആണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 40% നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഏകദേശം $700 നമുക്ക് കമ്മീഷനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ റെഫർ ചെയ്ത എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും അത് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബോണസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളെ റെഫർ കോഡ് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് കോപ്പി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് ട്രേഡ് റെക്കോർഡ് കാറിലൊക്കെ നോക്കുവാണെങ്കിൽ ഞാൻ ഒരുപാട് തവണ ഇതിൻ്റെ അകത്ത് എന്താ പറയുക പ്രൊഡക്റ്റും കാറിലൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ലോസ് വന്നിട്ടില്ല. റിസ്ക് വൈസ് നോക്കുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ റിസ്ക് ആണ് വരുന്നത്. നേരത്തെ റിസ്ക് ഇല്ലെന്നല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് റിസ്ക്കും കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം ഇതിലോട്ട് ഇൻവെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക. ഇനി ഇവിടെ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ മാർക്കറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 3 ലൈൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മാർക്കറ്റ്സ് നോക്കുവാണെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഗ്രീൻ കളറും അതുപോലെ തന്നെ ബ്ലാക്ക് പിന്നെ റെഡ് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് അപ്പ് ആയിരിക്കും, റെഡ് ആണെങ്കിൽ ഡൗൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊന്നും നോക്കേണ്ട കാര്യം വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ തന്നെ ഒരു സിഗ്നൽ ഗ്രൂപ്പ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഡെയിലി സിഗ്നൽസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിനി പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് വീണ്ടും 3 ലൈൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും 3 ദിവസം മുതൽ ഏകദേശം 1 ഇയർ മുകളിലുള്ള ടേംസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം 3, 7, 14 ഈ ഒരു റേഞ്ചിൽ മാത്രം പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 7 ദിവസത്തെ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഗെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ക്രോം ബ്രൗസർ എടുത്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നിങ്ങൾ 3 ദിവസത്തെ പ്രൊഡക്റ്റാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 4% ആണ്. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 4% ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. 7 ദിവസമാണെങ്കിൽ 7% കിട്ടും. 14 ദിവസമാണെങ്കിൽ 13% ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തുള്ള പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ സ്നോബോൾ പ്രൊഡക്ട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്നോബോൾ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കൺട്രീസിൻ്റെ ഇൻഡെക്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺട്രീൻ്റെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് എന്താ പറയുക പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഇന്ത്യ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇന്ത്യൻ്റെ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ കൺട്രീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇവരുടെ തന്നെ ഒരു സിഗ്നൽ ഗ്രൂപ്പിൽ കൊടുക്കുന്ന അപ്ഡേറ്റ്സ് നോക്കിയിട്ട് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ബൈ ചെയ്യുന്നതാണ്.
അപ്പോൾ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, എല്ലാ അപ്ഡേറ്റ്സും ഞാൻ അതിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ടൈം ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ദിവസത്തെ പ്രൊഡക്റ്റ്, പിന്നെ 7 ദിവസം, 14 ദിവസം, 21 ദിവസം അങ്ങനെ മുകളിലോട്ടാണ് വരുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഒരു 7 ദിവസത്തിൻ്റെ പ്രൊഡക്റ്റ് മാത്രം പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് 7 ദിവസമാണ്. അത്യാവശ്യം നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് എൻ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. മറ്റു പ്ലാറ്റ്ഫോമിനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് റിസ്ക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. എന്ന് കരുതിയിട്ട് റിസ്ക് ഇല്ലെന്നല്ല, നിങ്ങൾ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിപ്പോൾ, അതായത് നിങ്ങളുടെ വാലറ്റിൽ സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു $50 ഉണ്ടായിരിക്കും. ഇപ്പോൾ ആ ഒരു എമൗണ്ട് യൂസ് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്തു എന്ന് വിചാരിക്കുക, അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക 7 ദിവസത്തിന്. അപ്പോൾ നമുക്ക് 7 ദിവസം ആകുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് കിട്ടുന്നതായിരിക്കും. അതായത് ആ ഒരു $50 പ്രോഫിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. സോ അതുകൊണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് മിനിമം വിഡ്രോൾ വരുന്നത് $10.3 ആണ്. അപ്പോൾ അത് നമുക്ക് റീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു $11 ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. $11 എന്ന് പറയുമ്പോൾ ഏകദേശം 946 രൂപ എന്താണ് വരുന്നത്. അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് കിട്ടിയ ഒരു $50 പ്ലസ് ഈ ഒരു $11, ടോട്ടൽ $61 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് പ്രോഫിറ്റ് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ആ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എക്സ്പയർ ആകുമ്പോൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു $11 ഇതിൻ്റെ അകത്ത് ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ട്രയൽ ബോണസ് $50 അവിടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ നിങ്ങളൊരു $61 ഇപ്പോൾ നിങ്ങളുടെ വാലറ്റിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ $61 യൂസ് ചെയ്തിട്ട് നിങ്ങളൊരു 7 ദിവസത്തിൻ്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ 7 ദിവസത്തിന് നമുക്ക് കിട്ടുന്നത് 7% ആണ്. $61ൻ്റെ 7% ആയിരിക്കും നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുന്നുണ്ടാവുക. സോ അത് നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ് എക്സ്പയർ ആകുമ്പോൾ എന്താ പറയുക, ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് ആ ഒരു 7% പ്രോഫിറ്റ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് മിനിമം ഡെപ്പോസിറ്റ് എമൗണ്ട് വരുന്നതാണ് ഈ ഒരു $11 എന്ന് പറയുന്നത്. അപ്പോൾ അത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു $50 യൂസ് ചെയ്ത് നിങ്ങൾ എന്താ പറയുക പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മിനിമം വിഡ്രോവിൽ മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇനി ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെപ്പോസിറ്റ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അതിനുശേഷം ഡെപ്പോസിറ്റ് എമൗണ്ട് എന്നുള്ളിടത്ത് നിങ്ങളൊരു $11 അതായത് $11 അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. എത്ര എമൗണ്ട് ആണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആ ഒരു എമൗണ്ട് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. ഏകദേശം 946 രൂപയാണ് ആ ഒരു $11 വരുന്നത്. സോ ഇവിടെ നമുക്ക് UP ആപ്ലിക്കേഷൻസ് വഴി ഡെപ്പോസിറ്റ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഫോൺ പേ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു സ്കാനറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ആ ഒരു സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതായത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പേ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പ്രൊസീഡ് ടു പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ഒരു പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു UTR നമ്പർ ഉണ്ടല്ലോ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് ആ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു UTR നമ്പർ എൻ്റർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ എന്താ പറയുക ഡെപ്പോസിറ്റും കാര്യങ്ങളൊക്കെ സക്സസ് ആവുന്നതായിരിക്കും. സോ അതിനുശേഷം $61 യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുക. ഇപ്പോൾ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സിഗ്നൽ നോക്കിയിട്ട് ഏത് പ്രൊഡക്റ്റാണ് ബൈ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നന്നായി നോക്കിയതിന് ശേഷം മാത്രം എന്താ പറയുക ബൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7 ദിവസത്തിൻ്റെ ആ ഒരു ടൈം ലിമിറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊഡക്റ്റ് ഇവിടെ നോക്കുക. എന്നിട്ട് ബൈ എന്ന് പറഞ്ഞിട്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കൺട്രി കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ്റെ ആ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ബൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ കൺട്രീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട്, അതായത് ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന സിഗ്നൽസ് നോക്കിയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ബൈ ചെയ്യുക. മുമ്പായിട്ട് ഞാൻ ഇവരുടെ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് കാണിച്ചു തരാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എല്ലാ ദിവസവും അവർ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഏത് പ്രൊഡക്റ്റാണ് ബൈ ചെയ്യേണ്ടത് എന്നുള്ളത്. റെക്കമെൻഡേഷൻ പോലെ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഡെയിലി നിങ്ങൾക്ക് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും ഒരു സിഗ്നൽ പോലെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഡിസ്കഷൻ ഗ്രൂപ്പ് പോലെ. ഇവിടെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ അഡ്മിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. സോ ഇവിടെ നിങ്ങൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എമൗണ്ട് എൻട്രി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ $61 അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ട്രയൽ ബോണസ് എന്നുള്ള ഒരു ബോക്സ് ഉണ്ടോ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ്ഡ് ആവുന്നതായിരിക്കും കേട്ടോ. അതിനുശേഷം അതിൻ്റെ എക്സ്പയർ ഡേറ്റ് കഴിയുമ്പോൾ നമ്മുടെ മെയിൻ വാലറ്റിലോട്ട്, അതായത് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും, അവൈലബിൾ ബാലൻസ് എന്ന് പറയട്ടെ. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് പ്ലസ് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ വിഡ്രോ ചെയ്യാനും പറ്റുന്നതായിരിക്കും കേട്ടോ. പേയ്മെൻ്റ് എല്ലാം ഇപ്പോൾ പക്കയായിട്ട് അവർ കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നല്ല അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ട്രേഡ് റെക്കോർഡ് അങ്ങനെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ ക്രോം ബ്രൗസർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ഓപ്ഷനും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ക്യാഷ് ഔട്ട് എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ വിഡ്രോ ചെയ്തതിൻ്റെ ഒരു പ്രൂഫാണ്. എനിക്ക് കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്യാൻ 2 മെത്തേഡാണ് വരുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് TRC20 വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പേ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്യുക. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ് എന്നുള്ളടത്ത് ഏതെങ്കിലും ഒരു ID പ്രൂഫ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതായത് ആധാർ കാർഡോ അല്ലെങ്കിൽ വോട്ടർ ID അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തതിന് ശേഷം കൺഫേം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 24 ഹവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. പേയ്മെൻ്റ് എല്ലാം ഇപ്പോൾ പക്കായിട്ട് അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസൊക്കെ എപ്പോൾ പൂട്ടിപ്പോകും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. എന്തായാലും കുറച്ച് നാൾ വർക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു തോട്ട്. കാരണം ഈ ഒരു കമ്പനിയുടെ മാനേജറായിട്ട് എനിക്ക് കോൺടാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എല്ലാ പ്ലാറ്റ്ഫോമിലും അതിൻ്റേതായ റിസ്ക് ഉണ്ട്. നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ കൂടുതൽ എമൗണ്ട് ഒന്നും നിങ്ങൾ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ആദ്യം നിങ്ങൾ ചെറിയ എമൗണ്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾ നന്നായി നോക്കിയതിന് ശേഷം മാത്രം വലിയ എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതും നിങ്ങളെ സ്വന്തം റിസ്കിൽ ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, $11 7 ദിവസത്തിന് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മസ്റ്റായിട്ട് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. ആ ഒരു ഡിസ്കഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ അത് ഞാൻ എല്ലാ അപ്ഡേറ്റ്സും തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം.